എല്ലാവർക്കും നമസ്കാരം. അഗ്മയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നീതു. ഞാൻ ഇന്ന് അഗ്രികൾച്ചറൽ എക്കണോമിക്സിലെ സപ്ലൈ ആൻഡ് പ്രൈസ് ഡിറ്റർമിനേഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ടറി പോർഷൻസും അതുപോലെ കൺസ്യൂമർ ബിഹേവിയർ, ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പിന്നെ ഡിമാൻഡുമായി ബന്ധപ്പെട്ട പല ആസ്പെക്ട്സും നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ എന്താണ് സപ്ലൈ ഷെഡ്യൂൾ എന്താ, സപ്ലൈ കർവ്, ലോ ഓഫ് സപ്ലൈ, extension and contraction of supply, increase and decrease in supply, elasticity of supply and degrees of elasticity of supply, factors affecting elasticity of supply, price determination, market equilibrium, market disequilibrium. പിന്നെ ഈ പോർഷൻസും ആയി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ട്, അഗ്രികൾച്ചറൽ എക്കണോമിക്സിന് നമുക്ക് മെയിനായിട്ട് രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് മൈക്രോ എക്കണോമിക്സും രണ്ട് മാക്രോ എക്കണോമിക്സും. ഇതിൽ മൈക്രോ എക്കണോമിക്സിൻ്റെ വർക്ക് ഹൗസ് എന്നറിയപ്പെടുന്നതാണ് ഡിമാൻഡ് സപ്ലൈ. ഇതിലെ ഡിമാൻഡ് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇന്ന് നമ്മൾ സപ്ലൈ എന്താണെന്ന് നോക്കുകയാണ്. എന്താണ് സപ്ലൈ? സപ്ലൈനെ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്: ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫേർഡ് ബൈ എ പ്രൊഡ്യൂസർ ഫോർ സെയിൽ അറ്റ് ഡിഫറെൻറ്റ് യൂണിറ്റ് പ്രൈസസ് ഇൻ എ ഗിവൺ മാർക്കറ്റ് അറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ സമയത്തും സ്ഥലത്തും വിലയ്ക്കും ഒരു പ്രൊഡ്യൂസർ വിൽക്കുവാൻ തയ്യാറാകുന്ന ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. സപ്ലൈന് നമുക്ക് ഇങ്ങനെയും പറയാം: ഇറ്റ് ഈസ് ദ വില്ലിംഗ്നെസ് ഓഫ് ദ സപ്ലയർ ടു ഓഫർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ സെയിൽ അറ്റ് എ ഡിഫറെൻറ്റ് യൂണിറ്റ് ഓഫ് പ്രൈസസ്. ഡിമാൻഡ് എപ്പോഴും വാങ്ങുന്ന ആളിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ്, പക്ഷേ സപ്ലൈ എപ്പോഴും എങ്ങനെയായിരിക്കും? വിൽക്കുന്ന ആളിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എപ്പോഴും സപ്ലൈ എന്ന ടേമിനോട് ഒപ്പം വരാറുള്ള ഒരു ടേമാണ് സ്റ്റോക്ക്. ഈ സപ്ലൈയും സ്റ്റോക്കും എന്ന് പറയുന്നത് രണ്ടാണ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ മാർക്കറ്റ്. പക്ഷേ സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ദാറ്റ് എ സെല്ലർ ഈസ് വില്ലിംഗ് ടു സെൽ അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ് എന്നാണ് സപ്ലൈ. ഇനി സപ്ലൈ ക്യാൻ ബി ഡ്രോൺ ഫ്രം ദ സ്റ്റോക്ക്. ഡിപ്പെൻഡിങ് ഓൺ ദ ഡിമാൻഡ്, സപ്ലൈ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സ്റ്റോക്ക്. ഇനി പെരിഷബിൾ കമോഡിറ്റീസിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, പെരിഷബിൾ കമോഡിറ്റീസിൻ്റെ സപ്ലൈയും സ്റ്റോക്കും എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. എന്താ പെരിഷബിൾ കമോഡിറ്റീസ്? അതായത് ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്, ഒരാഴ്ചയ്ക്ക് താഴെ അല്ലെങ്കിൽ 2-3 ദിവസം ഷെൽഫ് ലൈഫുള്ള കമോഡിറ്റികളുടെ സപ്ലൈയും സ്റ്റോക്കും ഈക്വൽ ആയിരിക്കും. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ഫിഷ്, മീറ്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇനി ഡ്യൂറബിൾ കമോഡിറ്റീസ്, അതായത് ഷെൽഫ് ലൈഫ് കുറേ നാളത്തേക്കുള്ള കമോഡിറ്റീസിൻ്റെ സപ്ലൈയും സ്റ്റോക്കും ഡിഫറെൻ്റ് ആണ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഫർണിച്ചർ ഉണ്ട്, പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ്, അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കുറേ പ്രോഡക്ട്സ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് സപ്ലൈ ഷെഡ്യൂൾ എന്താണെന്നാണ്. അതായത് ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂളുണ്ട്, മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂളുണ്ട്. ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂൾ എന്താണ്? ഡെപിക്ട്സ് ദ ലിസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റീസ് ആൻഡ് പ്രൈസ് റിലേഷൻഷിപ്പ് ഓഫ് എ കമോഡിറ്റി ഇൻ എ മാർക്കറ്റ് അറ്റ് എ സ്പെസിഫിക് ടൈം ഓഫ് ബൈ ആൻ ഇൻഡിവിജ്വൽ സെല്ലർ. ഇവിടെ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻഡിവിജ്വൽ സെല്ലറിൻ്റെ സപ്ലൈ ഷെഡ്യൂളാണ് പറയുന്നതെങ്കിൽ അതിന് ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നു. പക്ഷെ ഒരു മാർക്കറ്റിലുള്ള കുറേ സെല്ലേഴ്സിൻ്റെ സപ്ലൈ ഷെഡ്യൂള് സം ചെയ്തിട്ടാണ് അത് പറയുന്നതെങ്കിൽ നമ്മൾ അതിന് മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയും. ഈ ടേബിളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ 3 സെല്ലേഴ്സിൻ്റെ സപ്ലൈ ഷെഡ്യൂളുണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂളുണ്ട്. ഈ പ്രൈസും അതുപോലെ തന്നെ പ്രൈസ് പെർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ഈ എ എന്ന് പറയുന്ന കോളവും പ്രൈസ് എന്ന കോളവും മാത്രമാണെങ്കിൽ അത് എ എന്ന് പറയുന്ന ഇൻഡിവിജ്വലിൻ്റെ മാത്രം സപ്ലൈ ഷെഡ്യൂളാണ്. അതുപോലെ ബിയും അതുപോലെ സി. പക്ഷേ ഈ പ്രൈസും ഈ ലാസ്റ്റത്തെ കോളായ മാർക്കറ്റ് സപ്ലൈ, അതായത് എല്ലാ സെല്ലേഴ്സിൻ്റെയും സപ്ലൈ കമ്പൈൻ ചെയ്തതാണ്. ഇതാണെങ്കിൽ എന്താണ്? മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ എന്നാണ് ഇതിന് പറയുന്നത്. സപ്ലൈ കർവ് എന്താണെന്ന്. സപ്ലൈ കർവ് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആൻഡ് ദ പ്രൈസ് ഓഫ് ഗുഡ്. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഒരു കമോഡിറ്റീൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈയും ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യും. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സെല്ലേഴ്സ് എന്ത് ചെയ്യുന്നു? കൂടുതൽ
കൂടുതൽ ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. ഈ സപ്ലൈ ഷെഡ്യൂൾ നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് സപ്ലൈ കർവ്. ഇനി ഈ സപ്ലൈ കർവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഗ്രാഫിൽ തന്നിരിക്കുന്നത് ഒരു സപ്ലൈ കർവ് ആണ്. അതായത് ക്വാണ്ടിറ്റിയാണ് എക്സ് ആക്സിസിലും വൈ ആക്സിസിൽ പ്രൈസുമാണ്. ഇത് തമ്മിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കർവ് കിട്ടും. ഇതാണ് സപ്ലൈ കർവ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പോസിറ്റീവ്ലി സ്ലോപ്പിംഗ് ആണ്. ഇത് സ്ലോപ്പ് ചെയ്യുന്നത് അപ്വേർഡ് ആണ്. പിന്നെ സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. എപ്പോഴും സപ്ലൈ ഈ ഗ്രാഫ് കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ പ്രൈസ് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ക്വാണ്ടിറ്റി സപ്ലൈഡ് കുറയും. ഇനി നമുക്ക് ലോ ഓഫ് സപ്ലൈ നോക്കാം. ലോ ഓഫ് സപ്ലൈ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് പ്രൈസ് ആണ് ലോ ഓഫ് സപ്ലൈ പറയുന്നത്. ആൻഡ് ഈ ഗ്രാഫിൽ പ്രൈസിന് ക്വാണ്ടിറ്റി എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. അതായത് പ്രൈസ് പി ആയിരിക്കുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് ക്യൂ ആണ്. പക്ഷെ പ്രൈസ് P1 ഇൻക്രീസ് ചെയ്യുമ്പം ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ത് ചെയ്തു, Q1 ഇൻക്രീസ് ചെയ്തു. ഇനി പ്രൈസ് കുറയുകയാണെങ്കിലോ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈഡും കുറയും. അപ്പോൾ ഈ പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് ലോ ഓഫ് സപ്ലൈ. ഇനി ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ഇതൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പം പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈയും ഡിക്രീസ് ചെയ്യും. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും സപ്ലൈ എക്സ്റ്റെൻഡ് ചെയ്തു, അല്ലെങ്കിൽ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ എന്ത് ചെയ്യുന്നു, കൺട്രാക്ട് ചെയ്യുന്നു. ഇനി ഈ എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ ഉണ്ട്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ ഇവിടെ എന്താ വെച്ചാൽ സംഭവിക്കുന്നത്, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ ഈ എക്സ്റ്റൻഷനും കൺട്രാക്ഷൻ ഓഫ് സപ്ലൈ നടക്കുന്നത് ഒരേ കേർവിൽ തന്നെയാണ്. കേർവ് മാറുന്നൊന്നുമില്ല. മൂവ്മെൻറ്റ് ഓഫ് സപ്ലൈ എന്ന് പറയും, മൂവ്മെൻറ്റ് ഓഫ് പ്രോഡക്റ്റ് സപ്ലൈ സെയിം കർവിലാണ്. അതായത് ഹയർ പ്രൈസിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഓഫർ ചെയ്യുന്നതാണ് എക്സ്റ്റൻഷൻ. അതുപോലെ തന്നെ ലോവർ പ്രൈസിൽ കുറച്ച് ക്വാണ്ടിറ്റി ഓഫർ ചെയ്യുന്നതാണ് കൺട്രാക്ഷൻ. ഈ ഗ്രാഫിൽ നമുക്ക് നോക്കാം, പ്രൈസ് പിയിൽ നിന്ന് P1 ആയി. അപ്പം ക്വാണ്ടിറ്റി സപ്ലൈഡ് Q1 ഇൻക്രീസ് ചെയ്യും. അതായത് പ്രൈസ് P1 ആയപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ന് പറയുന്നത് Q1 ആയി ഇൻക്രീസ് ചെയ്തു. ഇതെന്താണ്, എക്സ്റ്റൻഷൻ ആണ്. ഇനി പ്രൈസ് പി ആയിരിക്കുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് ക്യൂവിലേക്കായി കുറഞ്ഞു. ഇതെന്ന് പറയുന്നത് എന്താണ്, കൺട്രാക്ഷൻ ആണ്. ഇതിൻ്റെ ഇവിടെ ഏറ്റവും കാര്യം നമ്മളിവിടെ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റൻഷനും കൺട്രാക്ഷനും നടക്കുന്നത് എങ്ങനെയാണ്, ഒരേ സപ്ലൈ കർവിലാണ്. അത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ സപ്ലൈ ആണ്. എന്താണ് ഇൻക്രീസ് ഇൻ സപ്ലൈ? ഇൻക്രീസ് ഇൻ സപ്ലൈ എന്ന് പറയുന്നത് മോർ സപ്ലൈ അറ്റ് സെയിം പ്രൈസും, അതുപോലെ ഡിക്രീസ് ഇൻ സപ്ലൈ എന്ന് പറയുന്നത് ലെസ് സപ്ലൈ അറ്റ് സെയിം പ്രൈസ്. മുമ്പ് നമ്മൾ പറഞ്ഞു എക്സ്റ്റൻഷനും കൺട്രാക്ഷനിലും ഒരേ കർവിൽ തന്നെയാണ് എന്താണ് പ്രോഡക്റ്റ് സപ്ലൈ ചേഞ്ച് ചെയ്യുക. പക്ഷേ ഇവിടെ ഒരേ കർവ് അല്ല. സപ്ലൈ കർവ് ഒന്നുകിൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഈ ഗ്രാഫിൽ P1 എന്ന പ്രൈസിൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് Q1 ആയിരുന്നു ആദ്യം. അപ്പം നമുക്കുള്ള സപ്ലൈ കർവ് എന്ന് പറയുന്നത് S1 ആണ്. ഇനി ഈ സെയിം പ്രൈസിൽ തന്നെ ക്വാണ്ടിറ്റി സപ്ലൈഡ് Q2 ഇൻക്രീസ് ചെയ്തപ്പോൾ സപ്ലൈ കർവ് S2 ഷിഫ്റ്റ് ചെയ്തു. അതായത് എന്താണ്, റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇതെന്ന് പറയുന്നത് എന്താണ്, ഇൻക്രീസ് ഇൻ സപ്ലൈ. ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇൻക്രീസ് ചെയ്തു, അപ്പോൾ എന്താണ്, സപ്ലൈക്ക് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി സപ്ലൈഡ് P1 എന്ന സെയിം പ്രൈസിൽ തന്നെ Q3 ആയിട്ട് കുറഞ്ഞു. Q3 ആയി കുറഞ്ഞപ്പം എന്ത് ചെയ്യുന്നു, സപ്ലൈ കർവ് S3 ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ എന്താണ്, ഡിക്രീസ് ഇൻ സപ്ലൈ ആണ് നടന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇൻക്രീസ് ഇൻ സപ്ലൈ ആണെങ്കിൽ സപ്ലൈ കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡിക്രീസ് ഇൻ സപ്ലൈ ആണെങ്കിൽ സപ്ലൈ കർവ് എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും.
ഇനി സപ്ലൈ കർവിൻ്റെ ഇൻക്രീസിനെയും ഡിക്രീസിനെയും ഇൻ സപ്ലൈനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഷിഫ്റ്റ് ഫാക്ടേഴ്സ് എന്ന് പറയും. ഒന്ന് ചേഞ്ചസ് ഇൻ ടെക്നോളജീസ്, അതായത് നമുക്ക് നല്ല അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ ഉണ്ട്. അതായത് കുറച്ച് പ്രൈസിൽ കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യും, സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് സെയിം പ്രൈസിൽ തന്നെ കൂടുതൽ ആ പർട്ടിക്കുലർ കമോഡിറ്റി നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ആ സിറ്റുവേഷനിൽ സപ്ലൈ കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനി നേരെ തിരിച്ചാണ്, ഒരു ടെക്നോളജി വന്നു, പക്ഷേ അതിൻ്റെ പ്രൈസ് ഭയങ്കര കൂടുതലാണ്, അല്ലെങ്കിൽ കോസ്റ്റ് ഭയങ്കര കൂടുതലാണെങ്കിൽ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ ആ സെയിം പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സപ്ലൈ കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ റിഡക്ഷൻ ഇൻ റിസോഴ്സ് പ്രൈസസ്, അതായത് നമ്മൾ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന റിസോഴ്സിൻ്റെ പ്രൈസ് കുറവാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സപ്ലൈ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. പക്ഷേ പ്രൈസ് കൂടുതലാണെങ്കിലോ കുറച്ചേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ എന്ത് ചെയ്യും, സപ്ലൈ ഡിക്രീസ് ചെയ്യും. ഇനി റിഡക്ഷൻ ഇൻ റിലേറ്റീവ് പ്രൈസസ് ഓഫ് അതർ പ്രോഡക്ട്സ്, അതായത് റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സിൻ്റെ പ്രൈസസിൽ മാറ്റം വരുന്നതും സപ്ലൈ കർവിനെ ഷിഫ്റ്റ് ചെയ്യും. പിന്നെ മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് ഫ്യൂച്ചർ പ്രൈസ്. ഇപ്പോൾ പ്രൊഡ്യൂസർ വിചാരിക്കുകയാണ് ഫ്യൂച്ചറിൽ പ്രൈസ് കൂടും, അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സെല്ലർ എന്ത് ചെയ്യും, കൂടുതൽ സ്റ്റോക്ക് ചെയ്യും ആ ഒരു കമോഡിറ്റി. ഇനി അവർ വിചാരിക്കുകയാണ് ഫ്യൂച്ചറിൽ പ്രൈസ് കുറയുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇപ്പം മാക്സിമം അവരെന്ത് ചെയ്യും, സപ്ലൈ ചെയ്യും. ഈ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ സപ്ലൈയിൽ ഷിഫ്റ്റിംഗ് നടക്കും, പക്ഷേ എക്സ്റ്റൻഷൻ ആൻഡ് കൺട്രാക്ഷനിൽ സെയിം കർവിലാണ് സപ്ലൈ മൂവ് ചെയ്യുക. ഇനി നമ്മൾ നോക്കുന്നതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്പോൺസീവ്നെസ് ഓർ സെൻസിറ്റീവ്നെസ് ഓഫ് സപ്ലൈ ടു ദ ചേഞ്ചസ് ഇൻ പ്രൈസ്. അതായത് പ്രൈസിൽ ചില മാറ്റങ്ങൾ വരുമ്പോൾ അതിനോട് ക്വാണ്ടിറ്റി സപ്ലൈഡ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ സെൻസിറ്റീവ്നെസ് ടു ദ ചേഞ്ച് ഇൻ പ്രൈസസ്. അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്, സപ്ലൈ ഇലാസ്റ്റിക്കും ആവാം, സപ്ലൈ ഇൻഇലാസ്റ്റിക്കും ആവാം. സപ്ലൈ ഇലാസ്റ്റിക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസിൽ ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ, പക്ഷെ ക്വാണ്ടിറ്റി സപ്ലൈയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഇനി സപ്ലൈ ഇൻഇലാസ്റ്റിക് എന്ന് പറയുകയാണെങ്കിൽ പ്രൈസിൽ വലിയ മാറ്റങ്ങൾ, പ്രൈസിൽ എന്ന് പറയുന്നത് ചെറിയ മാറ്റങ്ങളുണ്ടാകും, നല്ല മാറ്റങ്ങളുണ്ടാകും, പക്ഷെ എന്താണ് ക്വാണ്ടിറ്റി സപ്ലൈഡിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയ ചേഞ്ചസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് നമ്മൾ സപ്ലൈ ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നു. ഇനി ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് അഡ്ജസ്റ്റബിലിറ്റി ഓഫ് സപ്ലൈ ഓഫ് കമോഡിറ്റി ടു പ്രൈസ് ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്നും ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈനെ നമുക്ക് പറയാം. ഇനി ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് സപ്ലൈ ടു ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് സപ്ലൈഡ് ആണ്. ഇവിടെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് സപ്ലൈഡിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഇൻറ്റു 100. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസിന് നമുക്ക് ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100 എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ES ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ഗുഡും, അതുപോലെ തന്നെ ഡെൽറ്റ പി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഗുഡും, ആൻഡ് പി എന്ന് പറയുന്നത് ഇനിഷ്യൽ പ്രൈസും ക്യൂ എന്ന് പറയുന്നത് ഇനിഷ്യൽ ക്വാണ്ടിറ്റിയാണ്. ഇനി ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അനുസരിച്ച് 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഉണ്ട്. അതായത് അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ, പിന്നെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ ആൻഡ് യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. ആദ്യത്തേത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈൻ്റെ കേസിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്, അതായത് ES നമ്മൾ പറഞ്ഞു, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി പ്രൈസ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. അതായത് ഇവിടെ പ്രൈസിൽ വലിയ മാറ്റങ്ങൾ, ചെറിയൊരു ചേഞ്ചസേ ഉണ്ടാവുള്ളൂ, പക്ഷെ ക്വാണ്ടിറ്റി സപ്ലൈഡിൽ വലിയ മാറ്റങ്ങളായിരിക്കും. ഇത് ഇൻഫൈനൈറ്റ് ആയിരിക്കും ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ന് പറയുന്നത്. ഈ കേസിലെ ഗ്രാഫ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കും, അല്ലെങ്കിൽ പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്.
പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിൻ്റെ കേസിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ES ഈക്വൽ ടു എന്തായിരിക്കും 0 ആയിരിക്കും. ഇവിടെ ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ന് പറയുന്നത് പ്രൈസിനോട് റെസ്പോൺസീവ് അല്ല, അല്ലെങ്കിൽ പ്രൈസിനോട് സെൻസിറ്റീവ് അല്ല. ഇവിടെ എന്ന് വെച്ചിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ക്വാണ്ടിറ്റി സപ്ലൈഡിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഈ കേസിൽ സപ്ലൈ കർവ് എന്ന് പറയുന്നത് പാരലൽ ടു വൈ ആക്സിസ് ആണ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടാണ് വരുന്നത്. ഇനി അടുത്തത് റിലേറ്റീവ് ഇലാസ്റ്റിക് സപ്ലൈ. ഈ കേസിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ESൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇതിനെ നമ്മൾ ഇലാസ്റ്റിക് സപ്ലൈ എന്നും കൂടെ പറയും. ഇനി അടുത്തത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. ഈ കേസിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ വിൽ ബി ലെസ് ദാൻ 1 ആണ്. ഇവിടെ എന്താണ്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ആയിരിക്കും. ഇനി അടുത്തത് യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. ഇവിടെ ES എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇവിടെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡും പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസും ഈക്വൽ ആയിരിക്കും. ഈ പോർഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഇലാസ്റ്റിസിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ് ഓഫ് പ്രൊഡക്ഷൻ, ലെങ്ത് ഓഫ് ടൈം പീരീഡ്, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി, അവൈലബിലിറ്റി ഓഫ് ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ്, ഫ്ലെക്സിബിലിറ്റി ഇൻ സ്റ്റാർട്ടിംഗ് ആൻഡ് വൈൻഡിങ് അപ്പ് ദ ബിസിനസ്. ഇനി അടുത്ത നമ്മൾ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് പ്രൈസ് ഡിറ്റർമിനേഷൻ ആണ്. എന്താണ് പ്രൈസ്? ഇറ്റ് ഈസ് ദ വർത്ത് ദാറ്റ് ബൈസ് എ ഫൈനൈറ്റ് എമൗണ്ട് ഓർ വെയിറ്റ് ഓർ അനദർ മാച്ച് ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ വാല്യൂ ആണ്. ഒരു ഫ്രീ മാർക്കറ്റിൽ ഡിമാൻഡും സപ്ലൈ ആണ് എന്ത് ചെയ്യുന്നത്? പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. പ്രൈസ് ഡിറ്റർമിനേഷന് 3 അപ്രോച്ചസ് ഉണ്ട്. 1 അരിത്തമെറ്റിക് അപ്രോച്ച്, 2 ഗ്രാഫിക് അപ്രോച്ച്, 3 ആൽജിബ്രാക് അപ്രോച്ച്. ഇനി അടുത്തത് മാർക്കറ്റ് ഇക്വിലിബ്രിയം. നമ്മൾ പറഞ്ഞു ഒരു ഫ്രീ മാർക്കറ്റിൽ ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡുമാണ് എന്താണ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഒരു ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെയാണ് നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലിയറിംഗ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ക്വാണ്ടിറ്റി സപ്ലൈഡും ക്വാണ്ടിറ്റി ഡിമാൻഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ പോയിന്റിനുള്ള ക്വാണ്ടിറ്റീനെ നമ്മൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നും പ്രൈസിനെ നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്നും പറയും. ഈ പോയിന്റിൽ, അതായത് മാർക്കറ്റ് ക്ലിയറിങ്ങിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ എന്താണ്? ഷോർട്ടേജസും ഉണ്ടാകില്ല, സർപ്ലസും ഉണ്ടാകില്ല. ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് മാറ്റങ്ങൾ വരുമ്പോൾ, അത് മുകളിലോട്ടോ താഴോട്ടോ മാറുമ്പോഴാണ് എന്താണ് സംഭവിക്കുക? മാർക്കറ്റ് ഡിസ്ഇക്വിലിബ്രിയം. ഈ മാർക്കറ്റ് ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവുന്ന കണ്ടീഷനാണ് മാർക്കറ്റ് ഡിസ്ഇക്വിലിബ്രിയം. ആ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് ഒരു മാറ്റം വരികയാണെങ്കിൽ അത് നമ്മൾ ഡിസ്ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. ഈ മാർക്കറ്റ് ഡിസ്ഇക്വിലിബ്രിയത്തിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താവും? സർപ്ലസും ഉണ്ടാകും, ഷോർട്ടേജും ഉണ്ടാകും കമ്മോഡിറ്റീൻ്റെ. ഈ ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രാഫിൽ ആദ്യം പ്രൈസ് എന്ന് പറയുന്നത് PE ആയിരുന്നു. PE എന്ന പ്രൈസിൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ന് പറയുന്നത് QE ആയിരുന്നു. ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡും ഈക്വൽ ആയിരുന്നു. ഇത് ഇക്വിലിബ്രിയം പോയിന്റ് ആയിരുന്നു. ഇനി പ്രൈസ് PEയിൽ നിന്ന് P2 ആയി മാറിയപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത് Q1 ആയി മാറി. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ന് പറയുന്നത് Q2 ആയി മാറി. ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് Q2 ഉള്ളു, പക്ഷേ സപ്ലൈ എന്ന് പറയുന്നത് Q2 ഉണ്ട്. Q2 സപ്ലൈ ഉണ്ട്. അപ്പം Q1 Q2 എന്ന് പറയുന്നത് എക്സസ് ആണ്, അതായത് അത് സർപ്ലസ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ പ്രൈസ് P1 ആയി മാറിയപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത് എന്തായി? Q2 ആയി മാറി. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ന് പറയുന്നത് എന്തായി മാറി? Q1 ആയി മാറി. ഇവിടെ ഡിമാൻഡ് Q2 ഉണ്ട്, പക്ഷേ സപ്ലൈ എന്ന് പറയുന്നത് Q1 ഉള്ളൂ. ഇവിടെ Q1 Q2 എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ടേജ് ആയി മാറി. അങ്ങനെയാണ് മാർക്കറ്റ് ഡിസ്ഇക്വിലിബ്രിയം സംഭവിക്കുമ്പോൾ എന്താണ്? സർപ്ലസും വരുന്നത്, ഷോർട്ടേജും വരുന്നത്. ഈ പോർഷൻസിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്
പ്രീവിയസ് എക്സാംസിനൊക്കെ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് സപ്ലൈ കർവ് ഷിഫ്റ്റ്സ് റൈറ്റ് സൈഡ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ ഷിഫ്റ്റിംഗ് നടക്കുന്നത് എന്തിലാണ്? ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ സപ്ലൈ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഏത് സമയത്താണ് സപ്ലൈ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? നമ്മൾ മുമ്പ് പഠിച്ചു ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് സപ്ലൈ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സപ്ലൈ കർവ് എപ്പോഴാണ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഡിക്രീസ് ഇൻ സപ്ലൈ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ദർ ഇസ് നോ ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ്. അപ്പോൾ എക്സ്റ്റൻഷൻ ഓഫ് സപ്ലൈയിലാണ്, എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ കൺട്രാക്ഷൻ ഓഫ് സപ്ലൈയിലാണ് എന്താണ്? സപ്ലൈ കർവിൽ ഷിഫ്റ്റ് ഇല്ല. എന്താണ്? വിത്തിൻ ദ കർവ് ആണ് സപ്ലൈ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എക്സ്റ്റൻഷൻ ഓഫ് സപ്ലൈ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനും സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അവിടെ ഓപ്ഷനിൽ എക്സ്റ്റൻഷൻ ഇല്ല, കൺട്രാക്ഷൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനും സെയിം ആണ്, അതായത് ബോത്ത് ആൻസർ, ബോത്ത് എ ആൻഡ് ബി. അടുത്തത്, ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി ഓഫേർഡ് ഫോർ സെയിൽ ഇഫ് ദ കണ്ടീഷൻസ് ആർ ഫേവറബിൾ. നമ്മൾ പറഞ്ഞു ആക്ച്വൽ ക്വാണ്ടിറ്റി സപ്ലൈഡിന് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നു. ആൻഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ മാർക്കറ്റ്. ഒരു മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്താ സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്കിന് നമുക്ക് വേണമെങ്കിൽ എന്തായി സപ്ലൈ ആക്കി മാറ്റാം. അപ്പം ദാറ്റ് ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി ഓഫേർഡ് ഫോർ സെയിൽ ഇഫ് ദ കണ്ടീഷൻസ് ആർ ഫേവറബിൾ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്കാണ്. ദെൻ ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ദാറ്റ് വാസ് ആക്ച്വലി ഓഫേർഡ് ഫോർ സെയിൽ അറ്റ് എ സർട്ടൻ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? സപ്ലൈ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് ഓഫേർഡ് ഫോർ സെയിൽ അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ് അറ്റ് എ ഗിവൺ ടൈം ഇൻ എ ഗിവൺ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? സപ്ലൈ ഫംഗ്ഷൻ ആണ്. ആസ് പെർ ദ ലോ ഓഫ് സപ്ലൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആൻഡ് പ്രൈസ് എന്താണ്? ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. നമ്മൾ പറഞ്ഞു ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്, ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈയും ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് ലോ ഓഫ് സപ്ലൈയിൽ ക്വാണ്ടിറ്റി സപ്ലൈഡും പ്രൈസും തമ്മിൽ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സപ്ലൈ പെരിഷബിൾ ഗുഡ്സ് ഇൻ ഷോർട്ട് റണ്ണിൽ പെരിഷബിൾ ഗുഡ്സിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റോക്ക് ഈക്വൽ ടു സപ്ലൈ ഇൻ കേസ് ഓഫ് ഏത് ഗുഡിൻ്റെ കേസിലാണ്? നമ്മൾ പറഞ്ഞു പെരിഷബിൾ ഗുഡ്സിൻ്റെ കേസിൽ സ്റ്റോക്കും സപ്ലൈയും എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്. പക്ഷേ ഡ്യൂറബിൾ ഗുഡ്സിൻ്റെ കേസിൽ എന്താണ്? അത് ഈക്വൽ അല്ല. അടുത്തത്, പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ഹൊറിസോണ്ടൽ ലൈൻ ആണ്. വെർട്ടിക്കൽ ലൈൻ എപ്പോഴാണ് വരുന്നത്? പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിസിറ്റി വരുമ്പോഴാണ് വെർട്ടിക്കൽ ലൈൻ പറയുന്നത്. അപ്പോൾ ആ ടേബിൾ ഈ സ്ലൈഡിലുണ്ടായിരുന്ന ആ ടേബിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ആ ടേബിളിൽ വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.